ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ വരിക്കച്ചക്ക, അതായത് കണ്ടില്ലേ ഈ വരിക്കച്ചക്ക എന്ന് നമ്മൾ പറയും. ഈ ഒരു ചക്കനെ കൊണ്ടുണ്ടാക്കിയ ഒരു നല്ലൊരു അടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ചെയ്യേണ്ടത്, നല്ല പഴുത്ത ചുളയാണ്, നല്ല മധുരമുള്ളതാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പം ഇത് നമുക്കൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അങ്ങനെ ഇത് കണ്ടില്ലേ, ഇത് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇത് അടിച്ചെടുക്കുന്നത്. അതിനുശേഷം ഇത് നെയ്യിലാണ് വരട്ടിയെടുക്കുന്നത്. സാധാരണ നമ്മൾ ചക്ക വരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല രീതിക്ക് നെയ്യിൽ വരട്ടിയെടുക്കണം. അതിനാദ്യം കുറച്ച് തേങ്ങാക്കൊത്തെടുത്ത് അത് മൂപ്പിച്ച് നമ്മളിത് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം വേണ്ടത് ഏലക്കയാണ്. ഏലക്ക വേണം. അതുപോലെ നല്ല വെല്ലം അല്ലെങ്കിൽ ശർക്കര വേണം. ഇത് നല്ല അതിന് ശേഷമാണ് ഇതും കൂടെ മിക്സ് ആക്കുന്നത്. ഇത് പൊടിയായിട്ടുള്ള ശർക്കരയാണ്. അപ്പോൾ ഇതും ചക്കയും കൂടെ നമ്മൾ നെയ്യിലാണ് വാട്ടിയെടുക്കുന്നത്. ഇത് കുറച്ച് നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വരണം. അപ്പം നമുക്കിത് നോക്കാം. അത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ അടി പിടിച്ചിട്ടത് കളർ ചേഞ്ച് ആകും. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇത് ഏതാണ്ട് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് താഴ്ത്തി വെച്ചതിന് ശേഷമാണ് അരിപ്പൊടി ചേർക്കുന്നത്. അരിപ്പൊടിയും ഏലക്കയും ഒക്കെ ഇതിനകത്തേക്ക് മിക്സാക്കി വരണം. ഇത് കണ്ടില്ലേ, അതുപോലെ ചിരകിയ തേങ്ങ ഉണ്ടാവുമല്ലോ, ഈ ഒരു തേങ്ങയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കണം. ഇതിന് കുറച്ച് തിക്കായ രീതിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇതിപ്പം കണ്ടില്ലേ, തേങ്ങ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ചിലർ നാളികേരം എന്ന് പറയും, തേങ്ങ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം. പിന്നെ വയനയില ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ വാഴയില ഉപയോഗിച്ചും ചെയ്യും. വയനയില ആകുമ്പോൾ നമുക്ക് കോണാകൃതിയിൽ എളുപ്പത്തിൽ മടക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഞാൻ വെറുതെ ഒന്ന് വാഴയിലയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒരു വാഴയിലേന് ചെറിയ രീതിയിൽ കോൺ രൂപത്തിലും മടക്കിയിട്ടുണ്ട്. സാധാരണ പരത്തി നമ്മൾ ആക്കുന്നുണ്ടല്ലോ, അതുപോലെയും ആക്കിയിട്ടുണ്ട്. അങ്ങനെ ചക്ക സീസൺ ആയതുകൊണ്ട് എല്ലാവരും ഇഷ്ടംപോലെ ചക്ക ഉണ്ടാവുമല്ലോ. അപ്പം ഈ അട എന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റുള്ളൊരു അടയാണ്. നമ്മൾ ഇതിൻ്റെ മണം തന്നെ അത്രയും രസകരമായിട്ട് നമുക്ക് തോന്നും. ഇത് ഞാൻ വെറുതെ ഒന്ന് കോണാക്കിയിട്ട് മടക്കുക. അത് വയനയിലയാണെങ്കിൽ കുറച്ചും കൂടെ സ്യൂട്ടാവും. ഇത് നമ്മുടെ കൊലപ്പടക്കം പോലെ ഏതാണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഏത് ഷേപ്പായാലും, ഷേപ്പിലൊന്നും കാര്യമില്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ഞാൻ കുറച്ചെണ്ണം മാത്രം ഇതുപോലെ കോണാക്കിയതും മറ്റതെല്ലാം പരത്തിയെടുക്കുകയാണ് ചെയ്തത്. ഇത് കണ്ടില്ലേ, ഇത് അത് ആ ക്യാമറേൻ്റെ ഭാഗത്ത് നിന്ന് ചെറുങ്ങനെ ഒന്ന് മാറിപ്പോയി, അങ്ങനെ പറ്റിയതാണ്. ഇത് നമ്മൾ ചെറിയ കോണാക്കിയിട്ട് ആക്കിയതാണ് കേട്ടോ. പിന്നെ ഉള്ളത് കുറച്ച് ഭാഗം പരത്തിയാക്കുകയും ചെയ്തു. ഇത് കുറച്ച് തിക്കിലാന്ന് പൊതുവെ ആക്കുന്ന കാണുന്നത്. അതിന് നല്ല രീതിയിൽ പരത്തിയെടുക്കണം. കുറച്ച് നന്നായി പ്രസ് ചെയ്താൽ അത് പരന്നു വരും. എന്തായാലും ചക്കേൻ്റെയും വെല്ലം, തേങ്ങ ഇതും കൂടെ മിക്സ് ആകുമ്പം ഭയങ്കര ടേസ്റ്റാണ്. എന്നിട്ട് നമ്മളിത് സാധാരണ അടയാക്കുന്ന പോലെ തന്നെ ആവിക്ക് വെച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പരത്തി ചൂടുന്ന ഞാൻ ഒന്നും കൂടെ പരത്തിയാക്കുന്നത് ഇതിൻ്റെ അകത്ത് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പം ഇനി നമ്മൾ നല്ല രീതിയിൽ ആവിക്ക് വെച്ചിട്ട് എടുക്കുകയാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു ചക്കയടയെ കുറിച്ച് ഞാൻ ചെയ്തത്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇത് ആവിക്ക് വെച്ചെടുക്കലാണ്. എന്നിട്ട് നല്ല തീയിൽ ഹൈ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെക്കുമ്പോഴത്തേക്ക് തന്നെ എന്തായാലും ആവും. പിന്നെ നമ്മൾ തീ ഓഫാക്കിയതിന് ശേഷം ഒരു ലേശ സമയം അങ്ങനെ തന്നെ വെച്ചെടുക്കുക. പിന്നെ തണുത്തതിന് ശേഷം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത്രയൊക്കെയുള്ളൂ എൻ്റെ അട. ഓക്കേ.